Hi guys, welcome back. It's me Aisha. അപ്പോൾ നമ്മുടെ SST എക്സാമിന്റെ അടിപൊളി പ്രിപ്പറേഷൻസ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. സോ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്, പൊളിറ്റിക്സ് എല്ലാത്തിനും നമുക്കറിയാം ഈക്വൽ മാർക്സ് തന്നെയാണ്. 20 മാർക്സിന് ചോദിക്കും. ഇതിൽ അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ടാവും ആൻഡ് ഓൾസോ പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതിൽ മൊത്തത്തിൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഫ്യൂ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതും അസേർഷൻ റീസണിങ് കേട്ടോ. അസേർഷൻ്റെ റീസണിങ് ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങ് ഡിസ്കസ് ചെയ്തേക്കാം. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഒപ്പം തന്നെ ഇങ്ങനെയാണ് അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യന് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. ഫസ്റ്റ് നമുക്ക് ഹിസ്റ്ററിയിലേക്ക് നോക്കാം. ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ദ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ്. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കണം എന്നില്ല, അത് മറ്റൊരു ഫാക്ടർ. ഇതേപോലെയാണ് നിങ്ങൾക്ക് അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കൂടുതൽ പ്രാക്ടീസ് ചെയ്താൽ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഇവിടെ അസേർഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് സർഫ്ഡം ആൻഡ് ബോണ്ടഡ് ലേബർ വെയർ അബോളിഷ് ബോത്ത് ഇൻ ദ ഹാബ്സ്ബർഗ് ഡൊമിനിയൻസ് ആൻഡ് ഇൻ റഷ്യ. അല്ലെ, രണ്ട് സ്ഥലത്തും എന്ത് ചെയ്തിട്ടുണ്ട്, സോഫ്റ്റും ബോണ്ടഡ് ലേബറും അബോളിഷ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നമുക്ക് പറയാം. ഇതിന്റെ റീസൺ ആയിട്ട് കൊടുത്തത് എന്താ, monarchs were beginning to realize that the cycles of revolution and repression could only be entered by granting concession to the liberal nationalist revolutionaries. അതും കറക്റ്റ് ആണ് അല്ലേ. നമ്മളുടെ മൊനാർക്സ് ഓർ വി ക്യാൻ സേ ദാറ്റ് നമ്മുടെ കൺസർവേറ്റീവ്സ് മനസ്സിലാക്കിയിട്ടുണ്ട്, ഇവർക്ക് കുറച്ച് ഫ്രീഡം ഒക്കെ കൊടുത്താലേ, ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുത്താലേ നമുക്ക് കുറച്ചെങ്കിലും ഒരു കാര്യം ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം, അവർക്കൊരു പൊളിറ്റിക്കൽ പവർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അസേർഷനും റീസണും രണ്ടും ശരിയാണ്. റീസണ് അസേർഷൻ്റെ കറക്റ്റായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ A and R are true. R is the correct explanation of A എന്ന് നമുക്ക് പറയാൻ പറ്റും. Because monarchs in the European state understood that they have to give the concession to the certain groups of society. എന്തിനു വേണ്ടിയിട്ട്, അവരുടെ പൊളിറ്റിക്കൽ പവർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. യെസ്, അപ്പോൾ രണ്ടും കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അസേർഷനെ റീസണിങ്ങിനെ ഇറ്റ് ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അസേർഷൻ വായിക്കുക, എന്നിട്ട് അത് കറക്റ്റ് ആണെങ്കിൽ ടിക്കറ്റ് കൊടുക്കുക. റീസൺ വായിക്കുക, അത് റെഡി ആണെങ്കിൽ അതും ടിക്കറ്റ് കൊടുക്കുക. ഇവ തമ്മിലൊരു മാച്ച് ഉണ്ടോ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് റീസൺ ആയിട്ടാണോ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് അസേർഷൻ നോക്കിയേ. സ്കോട്ടിഷ് ഐലാൻഡേഴ്സ് were forbidden to speak the Gaelic language or wear the national dress and large number were forcibly driven out of their homeland. അല്ലെ, സ്കോട്ടിഷുകാരെ ബ്രിട്ടൻ ഫോർമേഷന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ഭാഷ നിരോധിച്ചു, അവരുടെ കൾച്ചർ ഒന്നും ഫോളോ ചെയ്യരുത്, അവർ അവിടെ നാട് വിട്ടു പോകണം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആണ് അസേർഷന്. The English helped the Protestants of Ireland to establish their dominance over a largely Catholic country. പക്ഷെ അതിന്റെ റീസൺ ആയിട്ടല്ല, കാര്യമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റീസണും ശരിയായിട്ടുള്ളതൊന്നും തന്നെയാണ്. ബട്ട് ഈവൻ ദോ എന്താണ് അസേർഷന്റെ റീസൺ ആയിട്ടല്ല കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് A are true, ബട്ട് R എന്ന് പറയുന്നത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് A അല്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഐറിഷ് എന്ത് ചെയ്തിട്ടുണ്ട്, സഫേർഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഇംഗ്ലീഷ് മാൻ ആസ് ഇറ്റ് വാസ് എ കൺട്രി ഡീപ്ലി ഡിവൈഡഡ് ബിറ്റ്വീൻ ദ കത്തോലിക്സ് ആൻഡ് പ്രൊട്ടസ്റ്റ്. അല്ലെ, ഒരുപാട് സഫറിങ് അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇറ്റ് വാസ് ലാർജ്ലി എ കത്തോലിക് കൺട്രി, ബട്ട് ദ പ്രൊട്ടസ്റ്റൻസ് ഗോട്ട് സപ്പോർട്ട് ഫ്രം ദ ഇംഗ്ലീഷ് ടു സപ്രസ് ദ കത്തോലിക് റിവോൾട്സ്. ഓക്കെ, ബട്ട് ഇവിടെ റീസൺ കൊടുത്തത് വേറൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത നാഷണലിസം ഇൻ ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ അസേർഷൻ നോക്കിയ 1970 ഗാന്ധിജി എന്ത് ചെയ്തിട്ടുണ്ട്, ഓർഗനൈസ് ദി സത്യാഗ്രഹ ടു സപ്പോർട്ട് ദ പെസൻസ് ഓഫ് കേദ ഡിസ്ട്രിക്ട് ഓഫ് ഗുജറാത്ത്. ശരിയാണ് അല്ലേ. Then peasants were affected by crop failure, plague epidemic. They could not pay the revenue and were demanding that revenue collection be relaxed. അല്ലേ, അപ്പോൾ ഇതിന്റെ ആവശ്യത്തിന്റെ പ്രകാരമായിട്ട് തന്നെയാണ് ആ ഒരു സാൾട്ടിന് എന്താണ് ആ ഒരു ടാക്സസ് ഒക്കെ കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് ഗാന്ധിജി ഈ ഒരു ഔട്ട്ബ്രേക്ക് അവിടെ വരുത്തിയിരുന്നത്. സോ നമുക്ക് പറയാം എയും ആറും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആർ എന്ന് പറയുന്നത് എയുടെ റീസൺ തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ് അല്ലേ. യെസ്, ഇറ്റ് ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്ന് നമുക്ക് പറയാം. ബിക്കോസ് പെസൻസിന് എന്ത് വേണ്ടിയിരുന്നു, ദേ വാണ്ടഡ് ദ റവന്യൂ കളക്ഷൻ ടു ബി റിലാക്സ് ബിക്കോസ് ദാറ്റ് ദേ വെർ അറ്റ് കംപ്ലീറ്റ് ലോസ് ബിക്കോസ് ഓഫ് ദ എപ്പിഡമിക്. അല്ലെ, അതുകൊണ്ട് തന്നെ അവർക്ക് ടാക്സ് ഒന്നും അടിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോഴാണ് ഗാന്ധിജി എന്ത് ചെയ്തത്, ഈ ഒരു സത്യാഗ്രഹം കൊണ്ടുവന്നതും പ്രൊവൈഡ് ദം വിത്ത് എ പ്ലാറ്റ്ഫോം ടു റേസ് ദെയർ വോയിസ്. സോ നെക്സ്റ്റ് നോക്കി, മഹാത്മാഗാന്ധി ഡിസൈഡഡ് ടു ലോഞ്ച് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ബൈ വയലേറ്റിംഗ് സാൾട്ട് ലോ. അല്ലെ, റെഡിയാണ്, കറക്റ്റ് ആണ്. മഹാത്മാഗാന്ധി ഡിസൈഡഡ് ലോഞ്ച് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ബൈ വയലേറ്റിംഗ് സാൾട്ട് ലോ. പക്ഷെ ഇതിന്റെ റീസൺ കൊടുത്തു നോക്കിയേ. ആൻ ഇമേജ് ഓർ ഫിഗർ ഹെൽപ്സ് പീപ്പിൾ ടു ഐഡന്റിഫൈ വിത്ത് ദ നാഷൻ.
ഇതെന്തോ ഒരു അലിഗറിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിന്റെ റീസൺ ആയിട്ടല്ല കൊടുത്തിരിക്കുന്നത്, ബട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് എ ആൻഡ് ആർ ആർ ട്രൂ ആണ്. ആർ എന്ന് പറയുന്നത് എന്റെ എക്സ്പ്ലനേഷൻ ആയിട്ടല്ല കൊടുത്തിരിക്കുന്നത് എന്ന് പറയാം. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ മഹാത്മാഗാന്ധി സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് എന്തിനായിരുന്നു ലോഞ്ച് ചെയ്തിരുന്നത്? സാൾട്ട് ആസ് എൻ എസെൻഷ്യൽ ഫുഡ് ആൻഡ് കൺസ്യൂം ബൈ പീപ്പിൾ ഓഫ് ഓൾ ക്ലാസ്സസ്. അവർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സാൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് എന്ത് ചെയ്തിരുന്നത്? ഹി ലോഞ്ച് സിവിൽ ഡിസൊബീഡിയൻറ്റ് മൂവ്മെന്റ് ബൈ വയലേറ്റിംഗ് ദ സാൾട്ട് ലോ. ഓക്കെ, യെസ്. ഇനി അടുത്ത ചാപ്റ്റർ മേക്കിംഗ് ഓഫ് എ ഗ്ലോബൽ വേൾഡിൽ നോക്കുമ്പോൾ നമ്മുടെ സിൽക്ക് റൂട്ടിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. അസേഷൻ തന്നിരിക്കുന്നത് സിൽക്സ് റൂട്ട് ആർ എ ഗുഡ് എക്സാമ്പിൾ ഓഫ് പ്രീ മോഡേൺ ട്രേഡ് ആൻഡ് കൾച്ചറൽ ലിങ്ക് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് പാർട്സ് ഓഫ് ദ വേൾഡ്. കറക്റ്റ് ആണ് അല്ലേ? ഇനി അടുത്ത റീസൺ കൊടുത്തിരിക്കുന്നത് സിൽക്ക് റൂട്ട് എന്നുള്ള പേര് എങ്ങനെയാണ് വന്നത്? ഇമ്പോർട്ടൻസ് ഓഫ് വെസ്റ്റ് ബൗണ്ട് ചൈനീസ് സിൽക്ക് കാർഗോസ് അലോങ് ദിസ് റൂട്ട്. അതും ശരിയാണ്, പക്ഷേ ഇതിന്റെ കറക്റ്റ് റീസൺ ആയിട്ടല്ല നമ്മുടെ റീസൺ കൊടുത്തിരിക്കുന്നത് അല്ലേ. സോ വി ക്യാൻ സേ ദാറ്റ് എ ആൻഡ് ആർ ആർ ട്രൂ, ബട്ട് ആർ എന്ന് പറയുന്നത് അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിട്ടല്ല കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ഫ്രം ഏൻഷ്യന്റ് ടൈംസ് ഗ്രൂപ്പ്സ് ലൈക്ക് ട്രാവലേഴ്സും ട്രേഡേഴ്സും പ്രീസ്റ്റ് പിൽഗ്രിംസ് ഒരുപാട് ദൂരങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. പണ്ട് മുതലേ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. റീസൺ കൊടുത്തത് എന്താണ്? അവരെന്തിനു വേണ്ടിയിട്ട് ട്രാവൽ ചെയ്തു? നോളജിന്, ഓപ്പർച്യൂണിറ്റിന്, സ്പിരിച്വൽ ഫുൾഫിൽമെന്റിനൊക്കെ. കറക്റ്റ് അല്ലേ? അപ്പൊ രണ്ടും നമുക്ക് എന്ത് പറയാം? എയും ആറും ട്രൂ ആണ്. ആർ എന്ന് പറയുന്നത് എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്നും പറയാൻ പറ്റും. ഓക്കെ, സോ നൗ യു ഫീൽ ഇറ്റ് ഈസി, റൈറ്റ്? കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നില്ല? കൂടുതൽ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം ഈസി ആയിട്ട് എഴുതാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് പ്രിന്റ് കൾച്ചർ ആൻഡ് മോഡേൺ വേൾഡിലേക്ക് നോക്കുമ്പോൾ അസേഷൻ തന്നിരിക്കുന്നത് ഗുട്ടൻബർഗ് പ്രിന്റ് ചെയ്ത ഫസ്റ്റ് ബുക്ക് ഏതാണ്? ബൈബിൾ ആണെന്നാണ് പറയുന്നത്. ശരിയാണ്. റീസൺ എന്താ പറയുന്നത്? 500 കോപ്പീസ് വെയർ പ്രിന്റഡ്. ഇറ്റ് ടുക്ക് 2 years ടു പ്രൊഡ്യൂസ്. 500 കോപ്പീസ് അല്ല, 180 കോപ്പീസ് ആണ്. ആൻഡ് 3 years ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം എ കറക്റ്റ് ആണ്. എ ഇസ് ട്രൂ, ബട്ട് ആർ എന്ന് പറയുന്നത് ഫാൾസ് ആണ് കേട്ടോ. ഇവിടെ തെറ്റായിട്ടാണ് തന്നത്. എ ഇസ് ട്രൂ, ബട്ട് ആർ ഇസ് false. Okay, clear? Yeah. Moving on, next is painters like Raja Ravi Verma helped in producing images for mass circulation വേണ്ടിയിട്ട് ഒരുപാട് ഇമേജസ് രാജ രവി വർമ്മയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. അങ്ങനെ 19th സെഞ്ച്വറിയിൽ പുതിയൊരു വിഷ്വൽ കൾച്ചറും എവിടെ സ്റ്റാർട്ട് ചെയ്തിരുന്നു? യൂറോപ്യൻ കൺട്രീസിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതും ശരിയാണ്. പക്ഷേ രാജ രവി വർമ്മയുടെ പെയിന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ടെക്നോളജി, ആ ഒരു പ്രിന്റിംഗ് മെഷീനൊക്കെ വന്നതോടുകൂടി ഒരു പുതിയ വിഷ്വൽ കൾച്ചർ വന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് പറയാം, ബട്ട് ആർ എന്ന് പറയുന്നത് not the correct explanation of A. Okay, why? Because increasing number of printing press helped in the production of visual images and reproduce them in the multiple copies. Okay, so this is all about history. In geography like നോക്കുമ്പോൾ first chapter resources and development. Assertion okay, in villages there are people with the land ownership, but there are many who are landless. അല്ലേ? There are people with land ownership and landless ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. കറക്റ്റ് ആണ്. Urban people own plots, houses and other property. അവരുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ഉണ്ട്. അപ്പോൾ എയും ആർ കറക്റ്റ് ആണ്, പക്ഷെ ഇവർ തമ്മിൽ ഒരു മാച്ച് ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ ആൻഡ് ആർ ആർ ട്രൂ, ബട്ട് ആർ എന്ന് പറയുന്നത് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ ആണ്. ഓക്കെ, ഇനി അടുത്തത് ബിക്കോസ് മെനി ഫാമേഴ്സ് ഓൺ ലാൻഡ് വിച്ച് ഇസ് അലോട്ടഡ് ടു ദ ഗവൺമെന്റ് അഗെയിൻസ്റ്റ് ദ പേയ്മെന്റ് ഓഫ് റവന്യൂ. Assertion തന്നെ നോക്കിയേ, proper discharge and disposal of industrial wastes can reduce land degradation in suburban areas. പ്രോപ്പർ ഡിസ്ചാർജ് ഓഫ് വേസ്റ്റസ് ചെയ്താൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. കറക്റ്റ് ആണ്. ലൈക്ക് പഞ്ചാബ്, ഹരിയാന, വെസ്റ്റേൺ, ഉത്തർപ്രദേശ് ഓവർ ഇറിഗേഷൻ ഇസ് റെസ്പോൺസിബിൾ ഫോർ ലാൻഡ് ഡീഗ്രേഡേഷൻ. അതും ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ഇവർ തമ്മിലൊരു മാച്ചും ഇല്ല അല്ലേ? ഏടെ ഒരു റീസൺ ആയിട്ടല്ല ഇവിടെ റീസൺ കൊടുത്തിരിക്കുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് രണ്ടും കറക്റ്റ് ആണ്, ബട്ട് എക്സ്പ്ലനേഷൻ ശരിയല്ല. ഓക്കെ, നെക്സ്റ്റ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ചാപ്റ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഈസ് വൺ ഓഫ് ദ വേൾഡ്സ് റിച്ചസ്റ്റ് കൺട്രീസ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് വാസ്റ്റ് എറേ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. ശരിയാണ് അല്ലേ? ദെൻ ഹിമാലയാസ് വിച്ച് ഫോം ദ നോർത്തേൺ ഷീൽഡ് ഇസ് റിച്ച് ഇൻ ഫ്ലോറ ആൻഡ് ഫോണ, വൈൽ ഓൺ ദ അതർ ഹാൻഡ് ഇൻ ദ വെസ്റ്റേൺ ഗാട്സ് ബയോഡൈവേഴ്സിറ്റി ഈസ് പ്രസന്റ് അറ്റ് ഇറ്റ്സ് ഫുൾ ബ്ലൂം. കറക്റ്റ് ആണ്. അസേർഷന്റെ റീസൺ ആയിട്ട് തന്നെയാണ് റീസണും കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? രണ്ടും റെഡിയാണ്. റീസൺ കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. അടുത്ത ചോദ്യം, ഡിപ്ലീഷൻ ഓഫ് ഫോറസ്റ്റ് കോസസ് എ ലോട്ട് ഓഫ് ഡേഞ്ചർ അല്ലെ? ഫോറസ്റ്റ് ഡിപ്ലീഷൻ കുറേ പ്രശ്നങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫോറസ്റ്റ് എന്ന് പറയുന്നത് ആർ വൈറ്റൽ ഫോർ ദ ക്വാളിറ്റി ലൈഫ് ഓഫ് ആ എൻവയൺമെന്റ് അല്ലെ? ലൈഫിനും എൻവയൺമെന്റിനും നമുക്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അസേർഷനും കറക്റ്റ് ആണ്, റീസണും കറക്റ്റ് ആണ്. അസേർഷന്റെ റീസൺ ആയിട്ട് തന്നെയാണ് ഇവിടെ റീസൺ കൊടുത്തിരിക്കുന്നത്. സോ എ ആണ് കറക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വാട്ടർ റിസോഴ്സസിലേക്ക് നോക്കുകയാണെങ്കിൽ അസേർഷൻ ഇസ് ഗ്രോയിങ് പോപ്പുലേഷൻ ഇസ് എ മെയിൻ റീസൺ ഫോർ വാട്ടർ സ്കാർസിറ്റി.
ആണല്ലേ, ഒരുപാട് ആൾക്കാർ വരുമ്പോൾ ഒരുപാട് വാട്ടർ നീഡ്സ് നമുക്ക് അവിടെ വരികയാണ്. റീസൺ കൊടുത്ത് നോക്കിയേ, ഇറിഗേഷൻ ഫ്രം ട്യൂബ് ആൻഡ് കനാൽസ് ഇസ് റെസ്പോൺസിബിൾ ഫോർ വാട്ടർ സ്കാസിറ്റി. അതാണോ? ഇറിഗേഷൻ ഫ്രം ട്യൂബ്സ് വെൽസ് ആൻഡ് കനാൽസ് ആണോ ഈ വാട്ടർ സ്കാസിറ്റിക്ക് കാരണം എന്ന് പറയുന്നത്? തെറ്റാണ് അല്ലേ? പിന്നെ ഇത് മാച്ച് ചെയ്യുന്നോ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അസേർഷൻ മാത്രമേ കറക്റ്റ് ഉള്ളൂ. റീസൺ എന്ന് പറയുന്നത് ഫാൾസ് ആണെന്ന് പറയാം. Next question is there has been many campaigns for promoting the rainwater harvesting techniques. ഒരുപാട് ക്യാമ്പയിൻസുകൾ നടക്കുന്നുണ്ട് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് വാട്ടർ കൺസർവേഷൻ്റെ ഒരു ബെസ്റ്റ് മെഷർ എന്ന് പറയുന്നത്. റീസൺ കൊടുത്ത് നോക്കിയേ, കനാൽസ് ആൻഡ് ട്യൂബ്സ് വെൽസ് ആർ ഗുഡ് സോഴ്സ് ഓഫ് ഇറിഗേഷൻ. അതും കറക്റ്റ് ആണ്, പക്ഷേ ഇത് തമ്മിൽ ഒരു മാച്ച് ഇല്ല. ഇതിൻ്റെ റീസൺ ആയിട്ടല്ല കൊടുത്തിരിക്കുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് രണ്ടും ട്രൂ ആണ്, ബട്ട് റീസൺ എന്താണ്? കറക്റ്റ് അല്ല എന്ന് നമുക്ക് പറയാം. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത് ആർ പ്രൊമോട്ടഡ് ഫോർ ദ സേവിങ് ഓഫ് വാട്ടർ അല്ലേ, വാട്ടറിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടുതൽ വാട്ടർ അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. നെക്സ്റ്റ് ഇസ് അഗ്രികൾച്ചർ ചാപ്റ്ററിൽ അസേർഷനസ് അഗ്രികൾച്ചർ ഈസ് ആൻ ഓൾഡ് എക്കണോമിക് ആക്ടിവിറ്റി. പണ്ട് മുതലേ നമ്മൾ ചെയ്യുന്നൊരു എക്കണോമിക് ആക്ടിവിറ്റിയാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ഫാമിംഗ് വേരീസ് ഫ്രം സബ്സിസ്റ്റൻസ് ടു കൊമേഴ്ഷ്യൽ ടൈപ്പ്. ഇതിൻ്റെ റീസൺ ആയിട്ടല്ല കൊടുത്തത്, പക്ഷേ ഫാമിംഗ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് ഉണ്ട്, കൊമേഴ്ഷ്യൽ ഒക്കെ ഉണ്ട്. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്, ബട്ട് റീസൺ കറക്റ്റ് ആയിട്ടല്ല, അസേർഷന് കറക്റ്റ് ആയിട്ടല്ല കൊടുത്തത്. സോ എ ആറും ട്രൂ ആണ്. ആർ എന്ന് പറയുന്നത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ അല്ല എന്ന് നമുക്ക് പറയാം. ഓപ്ഷൻ ബി ഈസ് റൈറ്റ്. ഓക്കെ, സോ മൂവിങ് ഓൺ. നെക്സ്റ്റ് അസേർഷൻ നോക്കിയേ, ഇന്ത്യൻ ഫാമേഴ്സ് ഷുഡ് ഡൈവേഴ്സിഫൈ ദെയർ ക്രോപ്സ് പാറ്റേൺസ് ഫ്രം സെറിയൽസ് ടു ഹൈ വാല്യൂ ക്രോപ്സ്. അല്ലെ, ഡൈവേഴ്സിഫൈ ചെയ്യണം, കറക്റ്റ് ആണ്. ദിസ് വിൽ ഇൻക്രീസ് ഇൻ ഇൻകം, റെഡ്യൂസ് എൻവയൺമെന്റൽ ഡീഗ്രേഡേഷൻ സൈമിൾട്ടേനിയസ്ലി. ഇങ്ങനെ ചെയ്താൽ അവർക്ക് ഇൻകം കൂടാനും എൻവയൺമെന്റൽ ഡീഗ്രേഡേഷൻ കുറയ്ക്കാനും പറ്റും. അസേർഷനും റീസണിങ് കറക്റ്റ് ആണ്. റീസണിങ് കറക്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നതും എക്സ്പ്ലനേഷൻ ഓഫ് എ ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി മിനറൽസ് ആൻഡ് എനർജി റിസോഴ്സിലേക്ക് നോക്കുമ്പോൾ ജിയോളജിക്കൽ പ്രോസസ് ഓഫ് മിനറൽസ് ഫോർമേഷൻ സ്ലോ. ഓക്കെ, എന്താണ് പറഞ്ഞത്? ജിയോളജിക്കൽ പ്രോസസ് ഓഫ് മിനറൽ ഫോർമേഷന് വളരെ സ്ലോ ആണ്. മിനറൽ റിസോഴ്സസ് ആർ കൺസ്യൂംഡ് വേ ക്വിക്ലി ദാൻ ദേ ആർ ഫോംഡ്. അല്ലെ, അവർ ഫോം ചെയ്യുന്നത് സ്ലോ ആണ്, പക്ഷെ കൺസംഷൻ എങ്ങനെയാണ്? അവർ ഫോം ചെയ്യുന്നതിനെക്കാട്ടിൽ എത്രയോ സ്പീഡിലായിട്ട് അത് കൺസ്യൂം ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അസേർഷനും റീസണിങ്ങും കറക്റ്റ് ആണ്. റീസണ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ഇൻക്രീസ് യൂസ് ഓഫ് ഫോസിൽ ഫ്യൂൽസ് ക്രിയേറ്റ്സ് എ ഹെൽത്തി എൻവയൺമെന്റ്. ആണോടാ? അല്ല, തെറ്റാണ്. ഇല്ലേ, ഫോസിൽ ഫ്യൂൽസ് കൂടുതലായിട്ട് യൂസ് ചെയ്താൽ ഹെൽത്തി എൻവയൺമെന്റ് ആണോ? അല്ല, അത് തെറ്റാണെന്ന് പറയാം. ഫോസിൽ ഫ്യൂൽസ് സച്ച് ആസ് കോൾ, ഓയിൽ, ഗ്യാസ് ആർ ഈസിലി ഒബ്റ്റെയിൻ ഫ്രം നാച്ചുറൽ റിസോഴ്സ്. അല്ലെ, ശരിയാണ്. സോ എ ഫാൾസ് ആണ്, ആർ ട്രൂ ആണെന്ന് നമുക്ക് പറയാം. Okay, next manufacturing industries like നോക്കുമ്പോൾ production of goods in large quantities after processing from raw materials to more valuable products is called manufacturing. അല്ലെ, raw materials നിന്ന് valuable product ആക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ manufacturing എന്ന് പറയുന്നത്. Economic strength of a country is measured by development of the manufacturing industries. അതും ശരിയായിട്ടുള്ളതാണ്, ബട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിട്ടല്ല നമ്മുടെ റീസൺ കൊടുത്തിരിക്കുന്നത്. സോ എ ആർ ട്രൂ ആണ്, ആർ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് is organic and inorganic industrial wastes and effluents discharged into rivers and water bodies causes water pollution. അല്ലെ, യെസ്, വാട്ടർ പൊല്യൂഷൻ്റെ കാരണങ്ങളാണ് ഫ്ലൈ ആഷ്, ഫോഗിപ്സം ആൻഡ് അയൺ ആൻഡ് സ്റ്റീൽ സ്ലാഗ്സ് ആർ ദ മേജർ സോളിഡ് വേസ്റ്റസ് ഇൻ ഇന്ത്യ. അതും ശരിയാണ്, ബട്ട് ഇത് രണ്ടിൽ ഒരു മാച്ച് ഇല്ല. റീസൺ കറക്റ്റ് ആയിട്ടല്ല അസേർഷന് കൊടുത്തിരിക്കുന്നത്. സോ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, yes, so this is all about history and geography. ഇനി പൊളിറ്റിക്സിലേക്ക് നോക്കുമ്പോൾ പവർ ഷെയറിംഗ് എന്ന ചാപ്റ്ററിൽ നോക്കിയേ, ബെൽജിയം ഇസ് എ സ്മോൾ കൺട്രി ഇൻ റഷ്യ. റഷ്യയിലത്തതാണോടാ? അല്ല, തെറ്റാണ്. അല്ലേ, ഇറ്റ് ഹാസ് ബോർഡേഴ്സ് വിത്ത് ഫ്രാൻസ്, നെതർലാൻഡ്സ്, ജർമ്മനി, ലക്സംബർഗ് ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു കൺട്രിയാണ് ബെൽജിയം എന്ന് പറയുന്നത്. അപ്പോൾ ബെൽജിയം എവിടുത്തെ കൺട്രിയാണ്? യൂറോപ്പാണ് കേട്ടോ, റഷ്യ അല്ല. ഇറ്റ് ഈസ് ഇൻ യൂറോപ്പ്, നോട്ട് ഇൻ റഷ്യ. അപ്പോൾ എ മാറും കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എ ഫാൾസ് ആണ്, ആറാണ് ശരിയെന്ന് നമുക്ക് പറയാം. ഇനി അടുത്തത്, പവർ ക്യാൻ ബി ഷെയർഡ് അമംഗ് ഗവൺമെന്റ് അറ്റ് ഡിഫറെന്റ് ലെവൽസ്. ഷെയർ ചെയ്തൂടെ? ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഗവൺമെന്റ്, ഓർഗൻസ് ഓഫ് ഗവൺമെന്റ് ഒക്കെ നമ്മൾ പവർ ഷെയർ ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആണ്. പവർ മേ ഓൾസോ ബി ഷെയർഡ് അമംഗ് ഡിഫറെന്റ് സോഷ്യൽ ഗ്രൂപ്പ്. അതും ശരിയാണ്, ബട്ട് ഇവിടെ ഇവർ തമ്മിൽ റീസൺ ആയിട്ടല്ല കൊടുത്തത്, അസേർഷന്റെ റീസണിങ് അല്ല കൊടുത്തത്. അപ്പം ബി ആണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫെഡറലിസ്റ്റിലേക്ക് നോക്കുവാണെങ്കിൽ ഇന്ത്യ ഫെഡറൽ സിസ്റ്റം അല്ലേ? ശരിയാണ്. അണ്ടർ എ യൂണിറ്ററി സിസ്റ്റം either there is only one level of government or the sub units are subordinate to the central government. യൂണിറ്ററി ഗവൺമെന്റിൽ വൺ ലെവൽ ഓഫ് ഗവൺമെന്റ് ആണല്ലേ? അതും ശരിയാണ്, പക്ഷേ ഇതൊരു മാച്ചും ഇല്ലാതാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പറയാം ഇത് കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല എന്നുള്ളത്. സോ ഓപ്ഷൻ ബി ഇസ് അഗെയിൻ റൈറ്റ് ഹിയർ. ഓക്കെ, ഇനി അടുത്തത് 22 ലാംഗ്വേജ് ഹാസ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദ ഷെഡ്യൂൾ 8. 22 ലാംഗ്വേജസ് ആണോ? അതെ,
കറക്റ്റ് ആണ്. ഇംഗ്ലീഷ് is still continuing as the official language of the states. അതും കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് അല്ലേ. അതായത് there are 22 language in the schedule H. On the other hand, English is still continuing as the official language of the state. പക്ഷേ ഇത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിട്ടല്ല കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇനി ജെൻഡർ, റിലീജിയൻ ആൻഡ് കാസ്റ്റിലേക്ക് നോക്കുമ്പോൾ gender, religion, caste എന്താണ്? Women in different parts of the world organized and agitated for equal rights. ആണല്ലേ. There were agitations in different countries for the extension of voting rights of women. കറക്റ്റ് ആണ്. പല രാജ്യത്തും ഉണ്ട് അവർക്കുള്ള വോട്ടിംഗ് റൈറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ് കൊടുത്തത്. അപ്പോൾ ഓപ്ഷൻ എ കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാം. ഏർലിയർ മെന്നിന് മാത്രമായിരുന്നു ഈ റൈറ്റ്, ഇപ്പം എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. നെക്സ്റ്റ് is assertion. In India, the proportion of women in legislature has been very high. നോ, കുറവാണ് അല്ലേ. അപ്പം ഒന്നാമത്തത് തെറ്റാണെന്ന് പറയാം. The percentage of elected women in Lok Sabha has crossed 10% of its total strength for the first time in 2009 ക്രോസ് ചെയ്തത്. കുറച്ചുകൂടെ ആൾക്കാരൊക്കെ വന്നത് അല്ലേ. സോ ഓപ്ഷൻ ഡി ആണ്. എ ഫാൾസും ആറ് ട്രൂ ആണ് കേട്ടോ. അത്ര ഹൈ ഒന്നല്ല, കുറച്ചുകൂടെ കൺസിഡർ ചെയ്യാൻ തുടങ്ങി എന്നുള്ളൂ. Okay, that is proportion of elected women in legislature has been very low, not high compared to other countries in the world. Next is political party. India has a multi-party system. ആണ്, ശരിയാണ് അല്ലേ. Multi-party system often appears very messy and leads to political instability. അതും ശരിയാണ്, ബട്ട് കറക്റ്റ് റീസൺ ആയിട്ടല്ല കൊടുത്തത്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. Next is there are some countries-wide parties which are called nation parties. There are some country-wide parties. Okay, country-wide parties ഉണ്ട്. അതിനെയാണ് നമ്മൾ nation parties എന്ന് പറയുന്നത്. ശരിയാണ്. ഈ പാർട്ടീസിന് എന്തുണ്ട്? Have their own units in various states. അതും ശരിയാണ്. കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ് കൊടുത്തത്. അതുകൊണ്ട് എ ആണ് കറക്റ്റ് എന്ന് നമുക്ക് പറയാം. Okay. Yes. Next, outcomes of democracy. Over a dozen countries of the world today claim and practice some kind of democratic politics. ആണോ? ഇല്ല, തെറ്റാണ്. Over 100 countries, not a dozen countries of the world today claim and practice some kind of democratic countries. Dozen ഒന്നും ഇല്ല കേട്ടോ. They have formal constitution, they hold elections, they have parties and they have guaranteed rights of citizens. അല്ലെ, ഡെമോക്രസിയിൽ കറക്റ്റ് ആണ്. ബട്ട് ആൻസർ ചെയ്ത വരിക എ ഫാൾസും ആറ് ട്രൂ ആണെന്നാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് പീപ്പിൾ അറ്റ് ദ ബോട്ടം ഓഫ് ദ സൊസൈറ്റി ഹാവ് വെരി ലിറ്റിൽ ടു ഡിപ്പെൻഡ് അപ്പോൺ. അല്ലേ, ദെയർ ഇൻകംസ് ഹാവ് ബീൻ ഡിക്ലൈനിങ്. യെസ്, കുറയുന്നുണ്ട്, ബട്ട് കറക്റ്റ് ആയിട്ടുള്ള റീസൺ അല്ല കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വി കെൻ സേ ഓപ്ഷൻ ബി എ ആറും ട്രൂ ആണ്, ബട്ട് എക്സ്പ്ലനേഷൻ കറക്റ്റ് അല്ല എന്ന് നമുക്ക് പറയാം. Okay, so this is all about politics. ഇനി ലാസ്റ്റ് എക്കണോമിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾ പോലും അറിയാതെ ഈ അസേർഷൻ റീസണിങ്ങിൽ നിങ്ങൾ അങ്ങ് റെഡി ആയിക്കോളൂ കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ അസേർഷൻ റീസണിങ് സോൾവ് ചെയ്യേണ്ടത്. മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ ഡെവലപ്മെന്റ് എന്ന ചാപ്റ്ററിൽ മണി ഈസ് ദ സോൾ പാരാമീറ്റർ ടു മെഷർ ഡെവലപ്മെന്റ്. ആണോ? ഡെവലപ്മെന്റ് അളക്കാൻ വേണ്ടിയിട്ട് മണി മാത്രമാണോ? നോൺ മെറ്റീരിയൽ ആട്രിബ്യൂട്ട്സും ഇല്ലേ? അപ്പോൾ അത് തെറ്റാണെന്ന് പറയാം. മണി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ഓഫ് ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ആണ്, ഓൺലി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നോട്ട് ദ സോൾ ഫാക്ടർ. ഓക്കെ, സോ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. എ ഫാൾസും ആറ് ട്രൂ ആണ്. ദെൻ നെക്സ്റ്റ് ഇസ് കേരള ഹാസ് ലോ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. ആണോ? യെസ്, ലോ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് നല്ല കുറവാണ് അല്ലേ. 1000 ബേബീസ് ബോൺ ചെയ്യുമ്പം നമ്മളെ നമ്പർ ഓഫ് ഡെത്ത്സ് എന്ന് പറയുന്നത് കുറവാണ്. കേരള ഹാസ് അഡിക്വേറ്റ് പ്രൊവിഷൻ ഓഫ് ബേസിക് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ്. അതും ശരിയാണ്, കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. അതുകൊണ്ടാണ് നമ്മളുടെ IMR റേറ്റ് കുറയുന്നതും. ഓക്കെ, സോ എ ഇസ് റൈറ്റ് ആൻസർ ഹിയർ. Then next sectors of Indian economy. Reliance Industries is a privately owned firm. Privately owned firm അല്ലേ Reliance Industries? ശരിയാണ്. Government is a major stakeholder in Reliance Industries. ആണോ? അല്ല, Reliance Industries is a privately owned firm as the assets and delivery of goods and services in Reliance is controlled by private individuals ആണ്, അല്ലാതെ ഗവൺമെന്റ് അല്ല കേട്ടോ. So we can say option C is the right answer. Yeah, moving on. Next is primary sector is the backbone of secondary sector. ആണ് അല്ലേ? Yes. പിന്നെ റീസൺ പ്രൈമറി സെക്ടർ പ്രൊവൈഡ്സ് എന്തൊക്കെ? റോ മെറ്റീരിയൽ ടു സെക്കൻഡറി സെക്ടർ. എന്തിനു വേണ്ടിയിട്ട്? അതിന് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ബാക്ക് ബോൺ ഓഫ് സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എയും ആറും കറക്റ്റ് ആണ്, ആറെന്ന് പറയുന്നത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്ന് പറയാം. ഇനി മണി ആൻഡ് ക്രെഡിറ്റിലെ നോക്കുമ്പോൾ നോ ഇൻഡിവിജ്വൽ ഓർ ഓർഗനൈസേഷൻ ഈസ് അലൗഡ് ടു ഇഷ്യൂസ് കറൻസി നോട്ട്സ് ഇൻ ഇന്ത്യ. ആണോ? ആണ്. ഓൺലി ഹൂ ക്യാൻ ഇഷ്യൂ ദിസ്?
RBI അല്ലെ നമ്മുടെ സെൻട്രൽ ബാങ്ക്. In India only RBI issues currency notes on behalf of the central government. Correct reason ആണ് കൊടുത്തത്. So easy ആയിട്ട് എഴുതാം. A and R are true and R is the correct explanation of A എന്ന്. Next is bank keep a small proportion of their deposits as cash with themselves. വെക്കുന്നുണ്ടോ? ഉണ്ട് അല്ലെ, റിസർവ്സ് ആയിട്ട് അവിടെ വെക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് അവർ വിഡ്രോ ചെയ്യുമ്പോൾ അവർക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. This is kept to meet the loan requirements of the people. ലോൺ റിക്വയർമെന്റ്സിനല്ല അല്ല, ഡിപ്പോസിറ്റേഴ്സിന് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത്. ഓക്കെ, യാ. So we can say that option C is right. A true or false ആണെന്ന് പറയാം. Banks keep only small proportion of their deposit as cash with themselves. This is kept to provision to pay the depositors who might have come to withdraw the money from the bank or any given day. അല്ലെ, ആരെങ്കിലും ഡിപ്പോസിറ്റ് ചെയ്ത ആൾക്കാർ തിരിച്ചു ചോദിക്കുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ക്യാഷ് ആയിട്ട് തന്നെ കുറച്ച് റിസർവ്സ് വെക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഗ്ലോബലൈസേഷൻ ആൻഡ് ഇന്ത്യൻ എക്കണോമിയിൽ assertion is Indian government after independence had put barriers to foreign trade and foreign investment. അല്ലെ, കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഗവൺമെന്റ് കൺസിഡർഡ് ഇറ്റ് നെസസറി എന്തിനു വേണ്ടിയിട്ട്, ടു പ്രൊട്ടക്ട് ദ പ്രൊഡ്യൂസേഴ്സ്, നമ്മുടെ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോറിൻ കോമ്പറ്റീഷന്. കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ എ ഇസ് റൈറ്റ്. എയും ആറും കറക്റ്റ് ആണ്. ആർ എന്ന് പറയുന്നത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്നും പറയാം. ഓക്കെ, സോ നെക്സ്റ്റ് G20 summits are attended by the finance minister and central bank governors of the member countries only. അല്ലേ, അതെ. Then member countries-ലുള്ള ആൾക്കാർ മാത്രമേ അറ്റൻഡ് ചെയ്യുന്നുള്ളൂ. മെയിൻ എയിം ഓഫ് ദിസ് ഗ്രൂപ്പ് ഇസ് ടു പ്രൊമോട്ട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻ ദ വേൾഡ്. അതും കറക്റ്റ് ആണ്, ബട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിട്ടല്ല കൊടുത്തത്. സോ ബി ആണ് കറക്റ്റ്. ഇറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഷേപ്പിംഗ് ആൻഡ് സ്ട്രെങ്തനിങ് ദ ഗ്ലോബൽ ആർക്കിടെക്ചർ ആൻഡ് ഗവേണൻസ് ഓൺ ഓൾ മേജർ ഇന്റർനാഷണൽ എക്കണോമിക് ഇഷ്യൂസ്. ഓക്കെ, യെസ്, യാ. So this is all about our assertion reasoning questions. I hope this is clear for you. Clear ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഇത്തരത്തിലുള്ള assertion reasoning question ഷുവർ ആണ്. ഒപ്പം തന്നെ കേസ് ബേസ്ഡും പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസും നമുക്ക് എക്സാമിന് ചോദിക്കും. അപ്പം മാക്സിമം പ്രാക്ടീസ് ചെയ്യുക എന്നല്ലാതെ നമുക്ക് വേറെ ഓപ്ഷനും ഇല്ല. വി cannot predict which question is going to be asked for the exams. അപ്പം കൂടുതൽ പ്രാക്ടീസ് ചെയ്താൽ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും. കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അസേർഷൻ വായിക്കുക, അത് കറക്റ്റ് ആണോ നോക്കുക. റീസൺ വായിക്കുക, കറക്റ്റ് ആണോ നോക്കുക. ഇവ തമ്മിൽ മാച്ച് ഉണ്ടോ, കറക്റ്റ് ആയിട്ടാണോ റീസൺ കൊടുത്തതെന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഓപ്ഷൻസിൽ നോക്കിയിട്ട് കൃത്യമായിട്ട് തന്നെ മാർക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, രണ്ടും കറക്റ്റ് ആണോ, ഒന്നാണോ കറക്റ്റ്, ഒന്ന് തെറ്റാണെങ്കിൽ അത് സി ഡി ഓപ്ഷൻസിലുണ്ട് തെറ്റായിട്ടുള്ളതും. അത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ മാർക്ക് ചെയ്യുക. സോ പ്ലീസ് ഡു പ്രാക്ടീസ് more and more number of questions. Okay, so if this video helped you, please comment in the comment section and please do like the video. All the very best. Bye.